السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ രചിച്ചിട്ടുള്ള അഖീദത്തു തൗഹീദ് എന്ന കിതാബാണ് നാം വായിക്കുന്നത്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് ഷഹാദത്തുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, അതിനേക്കാൾ അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നാം പഠിക്കുന്നത്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ രണ്ട് കലിമത്തിന്റെ മഅന, അതിന്റെ ആശയം എന്താണ്, അതിന്റെ അർക്കാനുകൾ, അതിന്റെ സ്തംഭങ്ങൾ എന്താണ്, അതിന്റെ ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നാം പഠിക്കുന്നത്. അതിൽ മഅന, അർക്കാനുകൾ എന്നീ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം, ഒരിക്കലും മറക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളത്. അതുപോലെ നഫി, ഇസ്ബാത്ത് എന്നുള്ള റുക്നുകൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ റുക്നുകൾ അബ്ദും വ റസൂലുൻ എന്നുള്ളതാണ്, അബ്ദുഹു വ റസൂലുഹു എന്നുള്ളതാണല്ല. പിന്നീട് പറഞ്ഞത് ശുറൂത്ത് ഷഹാദത്തൈൻ, ഈ രണ്ട് ഷഹാദത്തിന്റെ ഷർത്തുകളെ സംബന്ധിച്ച്. അഥവാ ഈ ഷഹാദത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, നിബന്ധനകൾ എന്നിവയാണ് പറഞ്ഞത്. അതിൽ 7 എണ്ണം നമ്മൾ പറഞ്ഞു. അത് കാണാതെ പഠിച്ചിരിക്കണം. എപ്പോൾ ചോദിച്ചാലും പറയാൻ സാധിക്കുന്ന, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഇൽമ്, യഖീന്, ഖബൂല്, ഇൻഖിയാദ്, സിദ്ഖ്, ഇഖ്ലാസ്, മഹബ്ബ. ഈ 7 കാര്യങ്ങൾ. അതിൽ ഇൽമ് എന്താണ്, ഇൽമ് ഷർത്തായിട്ടുണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെന്നും, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ഇൽമ് എന്നും അതിനുള്ള ദലീലുകൾ വളരെ ചെറിയ രീതിയിൽ ഒരുപാട് ദലീലുകൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇതൊരു ഏറ്റവും എളുപ്പത്തിൽ ഒരാൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി എഴുതിയ കിതാബ് ആയതുകൊണ്ട് തന്നെ ചെറിയ 1-2 ദലീലുകൾ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളൂ. അതുപോലെ ഇൽമിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യഖീനെ പറ്റി പറഞ്ഞു, അതിനുള്ള ദലീലുകൾ നമ്മൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിലൊരു സംശയം, ഒരു അംശം പോലും സംശയം ഉണ്ടാകാൻ പാടില്ല. അത് നിർബന്ധമാക്കുന്ന എല്ലാ കാര്യത്തിലും ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഷർത്ത് അശ്ശർത്തു സാലിസ്, മൂന്നാമത്തെ ഷർത്ത് ഷെയ്ഖ് കൊടുക്കുന്നു. അൽ ഖബൂലു ലിമാ ഇഖ്തദത്ഹു ഹാദിഹിൽ കലിമ മിൻ ഇബാദത്തില്ലാഹി വഹ്ദ വ തർകി ഇബാദത്തി മാ സിവാഹ്. ഖബൂൽ, അംഗീകരിക്കുക. എന്താണോ ഈ കലിമത്ത് നിർബന്ധമാക്കുന്നത് അതിനെ അംഗീകരിക്കുക. അതെന്താണ്? അള്ളാഹുവിനെ മാത്രം, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിന് പുറമേയുള്ള ആരെയും ആരാധിക്കാൻ പാടില്ല. ആ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് പുറമേയുള്ള ഇലാഹുകളെ സ്വീകരിക്കുന്നതിനെ, ഇബാദത്ത് ചെയ്യുന്നതിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഇത് അംഗീകരിക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമാക്കുന്നത് ഈ കാര്യങ്ങളാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് പുറമെ മറ്റൊന്നും ആരാധിക്കപ്പെടാൻ പാടില്ല. എന്നിട്ട് പറയാണ് ഫമൻ ഖാലഹ വലം യഖ്ബൽ ദാലിക വലം യൽതസിം ബിഹി. ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷേ ഈ പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ അത് അംഗീകരിക്കുന്നില്ല, അത് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല, അതിൽ അവൻ സ്ഥിരതയോടുകൂടി ഉറച്ചു നിൽക്കുന്നില്ല. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലയുടെ ആശയമായിട്ടുള്ള ഈ നഫിയും ഇസ്ബാത്തും ഒന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ളത് അവൻ അംഗീകരിക്കുന്നില്ല, അതിൽ അവൻ തുടർന്നു പോകുന്നില്ല. കാന മിനൽ ലദീന ഖാല അല്ലാഹു ഫീഹിം, അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അത് അംഗീകരിക്കുന്ന ഒരുവനല്ല അവൻ എന്ന് ഉണ്ട് എങ്കിൽ അവൻ ഏതു കൂട്ടത്തിൽ പെട്ടു? ഈ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടു എന്ന് ഷെയ്ഖ് പറയാണ്. ആരാണ്? സൂറത്ത് സാഫാത്തിലെ 35-36 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാദം, അതിനെപ്പറ്റി പറയാണ്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഈ മുശ്രിക്കീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ,
അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അഥവാ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം കാണിക്കും. അവർ അഹങ്കാരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ, അവർ അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ, അവർ അതിനെ അംഗീകരിക്കാത്ത അവസ്ഥയിൽ അവർ അഹങ്കാരം കാണിക്കുന്നുണ്ട്. അതിനെ അവർ തള്ളിക്കളയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വയഖൂലൂൻ അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, അവർ പറയുമായിരുന്നു, ഞങ്ങൾ ഒഴിവാക്കുകയോ, ഞങ്ങളുടെ ഇലാഹുകളെ, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ലാത്ത ഉസ്സ മനാത്ത് പോലെയുള്ള ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഒഴിവാക്കുകയോ ഈ ഒരു ഷാഇർ കവിയും അതുപോലെ തന്നെ മജ്നൂൻ ഭ്രാന്തൻ അഥവാ നബിമാരുടെ ഉമ്മത്തുകൾ ശക്തമായി പറഞ്ഞിരുന്ന രണ്ട് വാക്കുകളാണ്. അവർ കവികളാണ്, അതുപോലെ തന്നെ ഭ്രാന്ത് പിടിച്ചവനാണ് എന്ന നിലക്ക്, അല്ലെങ്കിൽ സിഹിർ ബാധിക്കപ്പെട്ടവനാണ് എന്ന നിലക്കൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ആ നിലക്ക് ഇങ്ങനെ കവിയും ഭ്രാന്തനുമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ ലതാരിക്കു, ഞങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കുകയോ, ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഒഴിവാക്കുകയോ എന്ന് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ, അതുകൊണ്ട് നിർബന്ധമാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നുള്ളത് ഈ ഖബൂലിനെതിരാണ് റദ്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷർത്ത് അവർ പാലിച്ചിരുന്നില്ല. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നിട്ട് അവൻ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഈ ഖബൂൽ എന്നുള്ള ഷർത്ത് അവനുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലാണ് അവർ പെടുക എന്ന് ഷെയ്ഖ് പറയാണ്. എന്നിട്ട് പറയാണ്, വഹാദാ കഹാലി ഉബ്ബാദിൽ ഖുബൂരിൽ യൗം, ഇതുപോലെയാണ് ഇന്ന് കാലത്ത്, അഥവാ നമ്മുടെ നാടുകളിലും അതല്ല ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും പല സ്ഥലങ്ങളിലും ഖബറുകളെ ആരാധിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഫൈന്നഹും യഖൂലൂൻ, അവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയുന്നുണ്ട്. വലാ യത്റുകൂന ഇബാദത്തുൽ ഖുബൂർ, പക്ഷേ ഖബറുകളെ ആരാധിക്കുന്നവർ ഒഴിവാക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ നോക്കി നോക്കി, ഇപ്പോ നമ്മുടെ നാട്ടില് മമ്പുറത്താവട്ടെ അല്ലെങ്കിൽ മടവൂരാവട്ടെ ഇതുപോലുള്ള അറിയപ്പെട്ട ചില ഖബറുകളുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ നേർച്ച നേരുന്നു, സുജൂദുകൾ ചെയ്യുന്നു, അതുപോലെ മറ്റു പല ഇബാദത്തുകളും അവിടെ നിർവഹിക്കുക നമ്മുടെ നാടുകളിൽ കാണാം. അതല്ലാതെ തന്നെ മിസ്റിലാവട്ടെ ലബനാനിലാവട്ടെ ലോകത്തിന്റെ പല നാടുകളിലും ധാരാളം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവർ എന്ത് ചെയ്യുന്നില്ല? അവർ ചോദിച്ചാൽ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളാണല്ലോ, പക്ഷേ അവർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഖബൂലില്ല. ഫലാ യകൂനൂന ഖാബിലീന ലിമഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയത്തെ സ്വീകരിക്കുന്നവരായിട്ടില്ല, അംഗീകരിക്കുന്നവരായിട്ടില്ല. അപ്പൊ കേവലം പറഞ്ഞാൽ പോരാ, അതിന്റെ ആശയത്തെ അംഗീകരിക്കണം. അതാണ് ഖബൂൽ എന്നുള്ള നിബന്ധന. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയപ്പെട്ട ഒരു ഹദീസിൽ ആളുകൾ വ്യത്യസ്ത തരക്കാരായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇൽമിന്റെ വിഷയത്തിൽ എന്നൊരു ഹദീസ് ധാരാളം കേട്ടിട്ടുണ്ടാകും. ഈ അടുത്ത് തന്നെ നമ്മുടെ ഒരു ദർസിൽ അത് കേൾക്കേണ്ടായി. ഒരു മഴയുടെ ഉപമ വെച്ച് പറഞ്ഞുകൊണ്ട് ചിലർ അത് സ്വീകരിക്കും, ചിലർ സ്വീകരിച്ച് അതിൽ നിന്ന് നല്ലത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥ, ജീവിതത്തിൽ പകർത്തുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലർ അതിനെ തള്ളിക്കളയും, ചിലർ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെപ്പെട്ട ആളുകളാണ് ഈ ഖബൂലില്ലാത്ത ആളുകൾ. അശ്ശർതു റാബിഅ, നാലാമത്തെ ഷർത്ത്, നാലാമത്തെ നിബന്ധന, അൽഇൻഖിയാദു ലിമാ ദല്ലത് അലൈഹി, എന്താണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്നത് ആ അറിയിക്കുന്ന കാര്യങ്ങളോട് ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തിസ്ലാം, കീഴൊതുങ്ങുക. അംഗീകരിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിന് കീഴൊതുങ്ങുകയും വേണം. ഒരാൾ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചു, എനിക്ക് സംശയമൊന്നുമില്ല, അല്ലാഹു അല്ലാഹു ഇലാഹ ഇല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു, എന്നാ അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം സഹായം ചോദിക്കണം, അതൊന്നും ചെയ്യാൻ ചെയ്യാറില്ല. അംഗീകരിക്കണു, പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമാക്കുന്ന നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഏത് കാര്യവും അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അനുസരണം ഇല്ലാതിരിക്കുക, കീഴൊതുങ്ങലില്ലാതിരിക്കുക. അപ്പൊ ഇൻഖിയാദിനെതിരാണ് തർക്ക് എന്ന് പറയുന്നത്. قال تعالى, الله سبحانه وتعالى പറഞ്ഞു, ومن يسلم وجهه الى الله وهو محسن فقد استمسك بالعروة الوثقى. സൂറത്തുൽ ലുഖ്മാനിലെ 22ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു പറയാണ്, വമൻ യുസ്ലിം വജ്ഹഹു, ആരാണോ അവന്റെ മുഖത്തെ കീഴൊതുക്കുന്നത്, ഇലല്ലാഹി ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്, വഹുവ മുഹ്സിനുൻ അവൻ മുഹ്സിനായിക്കൊണ്ട്. ഉലമാക്കൾ ഇതിന്റെ തഫ്സീറുകളിൽ പറഞ്ഞത് കാണാം, യുസ്ലിം വജ്ഹഹു എന്ന് പറഞ്ഞാൽ ഇഖ്ലാസും, വഹുവ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇത്തിബാഉമാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. യുസ്ലിം വജ്ഹഹു എന്നുള്ളത് ഇഖ്ലാസിനെയും വഹുവ മുഹ്സിനുൻ എന്നുള്ളത് ഇത്തിബാഇനെയും ആണ് ഉദ്ദേശിക്കുന്നത് എന്ന്.
ഫഖദ് ഇസ്തംസക. അപ്പോ ഇതിൽ പറഞ്ഞു യുസ്ലിം വജ്ഹഹു, അവന്റെ മുഖത്തെ ഉദ്ദേശിച്ചാൽ അവന്റെ എല്ലാ ലക്ഷ്യത്തെയും ഉദ്ദേശത്തെയും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അനുസരിക്കുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ ബലവത്തായ കയറ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു പേരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ധാരാളം പേരുകൾ പറയപ്പെടും. ഖുർആനിൽ തന്നെ ധാരാളം പേരുകൾ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. കലിമത്തു തൗഹീദ്, കലിമത്തു തഖ്വ, ഉർവത്തുൽ വുസ്ഖ, അതുപോലെ തന്നെ ധാരാളം കലിമത്തുൽ ഹഖ്, ഇങ്ങനെ പല പേരുകളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരുകൾ വന്നിട്ടുണ്ട്. കലിമത്തു ത്വയ്യിബ, ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരുകളാണ്. അതിൽ പെട്ടൊരു പേരാണ് അൽ ഉർവത്തുൽ വുസ്ഖ എന്നുള്ളത്. അപ്പോ ആരാണോ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത് അവൻ ഈ ബലവത്തായ കയറിൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മുറുകെ പിടിച്ചവനാണ്. വൽ ഉർവത്തുൽ വുസ്ഖ എന്ന് ഷെയ്ഖ് പറയാണ്. ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വമഅന, അതിന്റെ ആശയം യുസ്ലിം വജ്ഹഹു, ഇവിടെ പറഞ്ഞ യുസ്ലിം വജ്ഹഹു എന്നുള്ളതാണ്. ഐ യൻഖാദു ലില്ലാഹി ബിൽ ഇഖ്ലാസി ലഹു, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങുക, സമർപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹീഹാകണമെങ്കിൽ അതിന്റെ ആശയം അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രം മതിയോ? പോരാ, അവൻ എന്ത് ചെയ്യണം? അനുസരിക്കുകയും വേണം. അതെന്തൊക്കെയാണോ നിർബന്ധമാക്കുന്നത് അതെല്ലാം ജീവിതത്തിൽ പകർത്തി അനുസരിക്കുന്ന ആളായി തീരുകയും വേണം. എന്നാലേ അവന്റെ നിബന്ധന പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ 4 നിബന്ധന പറഞ്ഞു. 1 ഇൽമ് പറഞ്ഞു, 2 യഖീൻ പറഞ്ഞു, 3 ഖബൂൽ പറഞ്ഞു, 4 ഇൻഖിയാദ് എന്നുള്ളത് പറഞ്ഞു. അഷർത്തുൽ ഖാമിസ്, 5ാമത്തെ നിബന്ധന. വളരെ പ്രധാനപ്പെട്ട 2 നിബന്ധനകളാണ് ഇനി വരുന്ന 2 കാര്യങ്ങൾ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1 അസ്സുദ്ഖ്, 5ാമത്തേത് പറയുന്നത് അസ്സുദ്ഖാണ്. സുദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, കദിബിനെ, കപടതയെ, കളവിനെ ഇല്ലാതാക്കുന്ന സത്യസന്ധത ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ സൃഷ്ടിച്ചതിന്റെയും നമ്മെ പരീക്ഷിക്കുന്നതിന്റെയും എല്ലാത്തിന്റെയും ആകെത്തുകയായി അവസാന ലക്ഷ്യം നമ്മൾ സിദ്ഖുള്ളവരാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കുന്നുണ്ടോ, നാം പറഞ്ഞ ആ വാക്ക് സത്യസന്ധമാണോ എന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ അൻകബൂത്തിലെല്ലാം അല്ലാഹു തആല പറഞ്ഞത്, അഹ്സിബന്നാസ് അയുത്രഖു അയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾ വിചാരിച്ചു പോയ അവരോട് വിട്ടേക്കുമെന്ന് ആളുകൾ വിചാരിക്കുകയാണ്. ഞാൻ തൗഹീദുള്ള ആളാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്, ഞാൻ സുന്നത്ത് പിൻപറ്റുന്ന ആളാണ്, ഞാൻ എല്ലാം ശരിയായ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നീട് വിട്ടേക്കുമെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? എന്നിട്ട് പറയാൻ വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണവും ഇല്ലാതെ. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്ന അൽകാദിബീൻ. ഇവർക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ആളുകളെയും, നബിമാരെയും സ്വാലിഹീങ്ങളെയും എല്ലാവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാണ്, നമുക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള നബിമാരും സ്വാലിഹീങ്ങളും ഒക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? ആരാണ് കദിബ് പറഞ്ഞത്, ആരാണ് കാപട്യം ഉള്ളിലുള്ളത്, ആരാണ് ഉള്ളിൽ കളവുള്ളത്, ആരാണ് ഉള്ളിൽ സിദ്ഖുള്ളത്, സത്യസന്ധതയുള്ളത് എന്ന് വേർതിരിച്ചറിയാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സിദ്ഖോട് കൂടിയുള്ളതാണോ, അഥവാ ആ ലാ ഇലാഹ നിർബന്ധമാക്കുന്ന കാര്യങ്ങളൊക്കെ സിദ്ഖോട് കൂടിയുള്ളതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല ഉലമാക്കളും പറഞ്ഞു ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതിന് ബുദ്ധിമുട്ടാണ്, ഇഖ്ലാസിൽ സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സിദ്ഖ്, ഇനി അടുത്തത് വരുന്ന 6ാമത്തെ നിബന്ധന ഇഖ്ലാസ്, അത് തൗഹീദിന്റെ റുക്നുകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയ എന്നുള്ള കവിതയിൽ പറഞ്ഞു കാണാം, അസ്സിദ്ഖു വൽ ഇഖ്ലാസു റുക്നാ ദാലിക തൗഹീദ് കറുക്നൈനി ലിൽ ബുന്യാൻ. ഒരു കെട്ടിടത്തിന്റെ 2 തൂണുകളെ പോലെ തൗഹീദിന്റെ 2 തൂണുകളാണ് സിദ്ഖും ഇഖ്ലാസും എന്നുള്ളത്. ആ 2 കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധതയായി, ഉദ്ദേശത്തിൽ സത്യസന്ധത ഉണ്ടാകുന്ന ഒരവസ്ഥ. ഷെയ്ഖ് പറയാണ്, വഹുവ അൻ യഖൂല ഹാദിഹിൽ കലിമത മുസദ്ദിഖൻ ബിഹാ ഖൽബുഹു. എന്താണ് ഈ സിദ്ഖ് എന്നുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തായി പറയുമ്പോൾ അവൻ പറയുന്ന ആ കലിമത്ത് അവൻ പറയുമ്പോൾ, നാവ് കൊണ്ട് പറയുമ്പോൾ അവന്റെ ഖൽബിൽ സത്യസന്ധമായിട്ടായിരിക്കണം അവൻ പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്, ലാ റാസിഖ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്.
അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഓരോന്നും, അള്ളാഹുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പെട്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം തൗഹീദുൽ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും അസ്മാഉ സിഫാത്തും പറഞ്ഞത്. അതെല്ലാം ബാധകമാണ്. അപ്പൊ അതിലെല്ലാം എന്തുണ്ടാവണം? നമുക്ക് സിദ്ഖ് ഉണ്ടാവണം. നമ്മുടെ സത്യസന്ധത തെളിയിച്ചു കൊടുക്കണം. ഫൈൻ ഖാലഹ ബിലിസാനിഹി, അവൻ നാവ് കൊണ്ട് പറയാണ്, വലം യുസദ്ദിഖ് ബിഹാ ഖൽബുഹു, അവന്റെ ഖൽബ് അതിനെ സത്യപ്പെടുത്തുന്നില്ല. അവൻ മുനാഫിഖീങ്ങളെ പോലെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക, കുഫ്റും ശിർക്കും ഒക്കെ, പുറത്ത് വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ. അത് പ്രധാനപ്പെട്ട തൗഹീദിന്റെ അസ്ലിലും അതിന്റെ ഫർഈ ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഏത് നാമം കൊണ്ടാണെങ്കിലും ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് ഇപ്പൊ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ റാസിഖ ഇല്ലല്ലാഹ്, ഇത് ആശയത്തിൽപ്പെട്ടതാണ്. അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഈ അർത്ഥമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഉള്ളിൽ അവൻ വിചാരിക്കുകയാണ്, ഞാൻ എന്റെ കച്ചവടം കൊണ്ടും എന്റെ വരുമാനം കൊണ്ടും ഞാൻ അധ്വാനിച്ചുകൊണ്ടും മാത്രമാണ് എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഫർഅ്. അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത്, അല്ലാഹു അല്ലാതെ ഇല്ല. അപ്പൊ ഈ ഒരു ഫർഅ് പറഞ്ഞത് എല്ലാ ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊന്ന്, സിദ്ഖിന്റെ ആഴം മനസ്സിലാക്കാൻ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിൽപ്പെട്ടത് ലാ സമീഅ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവൻ വേറെ ആരുമില്ല. ലാ ബസീറ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ പോലെ കാണുന്നവൻ വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് ബാധകമാണ്, ഒരു ഫർആണ്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും കേൾക്കും എന്ന ബോധമില്ലാതെ അവൻ തോന്നിയ പോലെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഒറ്റക്കാവുമ്പോൾ തോന്നിയ പോലെ ജീവിക്കുകയാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവന്റെ സിദ്ഖ് അവന് കുറവാണ്. സിദ്ഖ് പറ്റില്ലാതാകുന്നത് ശിർക്കിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ അവന് അള്ളാഹുവിനോട് കാണിക്കേണ്ട സിദ്ഖിൽ കുറവാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ സിദ്ഖ് ആവശ്യമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അസ്ലിൽ തൗഹീദിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുന്നു, ഉള്ളിൽ ഇതിലൊരു സത്യസന്ധതയുമില്ലാതെ ശിർക്കും കുഫറുമായിട്ട് നിൽക്കുന്നു. കാന മുനാഫിഖൻ കാദിബൻ. അപ്പൊ അങ്ങനെ ഉള്ളിൽ കുഫറും ഉള്ളിൽ ശിർക്കും വെച്ചുകൊണ്ട് പുറത്ത് നാവ് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ അവൻ മുനാഫിഖാണ്, കള്ളനാണ്, കള്ളം പറയുന്നവനാണ്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്തുൽ ബഖറയിലെ ആരംഭത്തിൽ മുഅ്മിനീങ്ങളുടെ ചില വിശേഷണങ്ങൾ പറഞ്ഞു, 4-5 ആയത്തുകൾ. കാഫിരീങ്ങളെ പറ്റി പറഞ്ഞു 1-2 ആയത്തുകൾ. പിന്നീട് തുടർന്നുള്ള 10-14 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരെ പറ്റിയിട്ടാ? മുനാഫിക്കുകളെ പറ്റിയിട്ട്. അഥവാ ഖുർആനിന്റെ ആരംഭത്തിൽ ജനങ്ങളെ 3 വിഭാഗമാക്കി അല്ലാഹു തആല തിരിച്ചു. 1 മുഅ്മിനീങ്ങൾ, 2 കാഫിരീങ്ങൾ, പിന്നെ മുനാഫിഖീങ്ങൾ. മുഅ്മിനീങ്ങൾ അകവും പുറവും ഈമാൻ തെളിയിക്കുന്നവർ, കാഫിരീങ്ങൾ അകവും പുറവും കുഫ്ർ കാണിക്കുന്നവർ, മുനാഫിഖീങ്ങൾ അകത്ത് കുഫ്റും പുറത്ത് ഈമാൻ കാണിക്കുന്നവർ. അവരെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പല ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ ചില സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്, പിന്നെ മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്ന് മുസ്ലിമീങ്ങൾക്ക് പൊതുവെയുള്ള കുഫാറുകളെ പറ്റിയിട്ടല്ലേ എതിർത്ത് നിൽക്കേണ്ടത്, മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയേണ്ടതില്ലല്ലോ എന്ന് നിലക്ക് പറയുന്നത് കാണാം. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ പറ്റിയുള്ള താക്കീത്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ മസ്ജിദിൽ നിസ്കരിക്കുന്നവരാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്, ഇനി ജിഹാദിന് പങ്കെടുക്കുന്നവർ അതിൽ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വാഹിറായി ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല ശക്തമായി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ അകത്ത് ദീനിന്റെ പേരിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുന്ന ആളുകളാണ് മുനാഫിഖീങ്ങൾ. അവരുടെ തെറ്റുകളെ വെളിവാക്കി കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ആവശ്യമാണ്. കാരണം ഏറ്റവും ആളുകൾ അവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകും. അപ്പൊ അവരെ പറ്റി പറയുന്ന വിശേഷങ്ങളിൽ അള്ളാഹു പറയാണ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അന്ത്യനാളിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ അവർ പറയും. വമാ ഹും ബിമുഅ്മിനീൻ, പക്ഷേ അവർ മുഅ്മിനീങ്ങളെ അല്ല, അവർക്ക് വിശ്വാസമില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങള് ഉള്ളിൽ ഇങ്ങനെയെന്ന് ആരും അറിയണ്ട, പുറത്തിങ്ങനെ ചെയ്യാം എന്ന അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അവരുടെ വിശേഷങ്ങൾ കുറെ അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ ഇലാ ഖൗലിഹി വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ, അവർ കാണിച്ച കളവിന്റെ പേരിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നുള്ളത്. നിഫാഖിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ഭയപ്പെടണം, വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് നിഫാഖ് എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം കാണാം. ഞാൻ 30ഓളം സ്വഹാബികളെ കണ്ടിട്ടുണ്ട്, 30ഓളം സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും മൊത്തത്തിൽ ഭയപ്പെട്ടിരുന്ന കാര്യമാണ്
ഞാൻ മുനാഫിഖാണോ എന്ന നിലക്ക്, അഥവാ നിഫാഖിനെ സംബന്ധിച്ച്. എന്നിട്ട് ഇബ്നു അബീ മുലൈക്ക പറയുന്നുണ്ട്, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ വളരെ ശ്രേഷ്ഠരായ സ്വഹാബികളെല്ലാം കണ്ടിട്ട് അവർ ഭയപ്പെട്ടിരുന്ന കാര്യം നിഫാഖ് ഞങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ നിഫാഖ് ഉള്ളതായിട്ട് നാം ഭയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇനി സിദ്ഖ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ഒരടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സിദ്ഖോട് കൂടി പറയുകയാണെങ്കിൽ അവന്റെ മേലെ നരകം ഹറാമാകാതെ എന്നുള്ളത്. അപ്പൊ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. സ്വഹാബികളും സലഫുകളും തെളിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അള്ളാഹുവിനോടുള്ള കരാറിൽ നമ്മുടെ ദീനിൽ നമുക്ക് സിദ്ഖുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മളിൽ നിന്ന് അള്ളാഹുവിന് വേറൊന്നും ആവശ്യമില്ല. അത് ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം സൂറത്തുൽ അൻകബൂത്തിലെ 2-3 ആയത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് 5ാമത്തെ നിബന്ധന, സിദ്ഖ് ഉണ്ടായിരിക്കണം. അശ്ശർതു സാദിസ്, 6ാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഖ്ലാസ്. അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, ഒരാളുടെ ഉദ്ദേശത്തിൽ ഉണ്ടാകേണ്ട തൗഹീദാണെങ്കിൽ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്, ഒരാളുടെ ലക്ഷ്യത്തിൽ ഉണ്ടാകേണ്ട തൗഹീദിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അഥവാ അവന്റെ ലക്ഷ്യം, അവൻ ചെയ്യേണ്ട അവന്റെ ഖസ്ദ്, അവന്റെ ലക്ഷ്യം അതൊന്നു മാത്രമായിരിക്കണം, അത് അള്ളാഹു ആയിരിക്കണം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുമ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള അർത്ഥവ്യത്യാസം വരുന്ന ഒരു വാക്കാണത്. അതായത് ആ രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യാണ്, സ്വതക്ക് കൊടുക്കാൻ. രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക് കൊടുക്കാൻ, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് സ്വതക്ക് കൊടുക്കാൻ. വേറെ ഒരു ഷിർക്കിന്റെ ഒരു അംശം അവർ ആഗ്രഹിക്കുന്നില്ല, അവർ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾ അയാൾക്കുള്ളതിൽ നിന്ന് നല്ലതിൽ നിന്ന് സ്വതക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ ആൾ അയാൾക്ക് ഒഴിവാക്കാനുള്ള കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള അയാൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സ്വതക്ക് കൊടുക്കുന്നു. മനസ്സിലാക്കുക. ഇപ്പൊ 2 കൃഷിക്കാരാണ്. ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലേറ്റവും നല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂലി പ്രതീക്ഷിച്ച് ഞാൻ സ്വതക്ക കൊടുക്കുകയാണ്, അതിലപ്പോൾ ആളുകൾക്ക് ഉപകരിക്കാവുന്ന നല്ല കായ്ക്കനികൾ എടുത്ത് സ്വതക്ക കൊടുക്കുന്നു. രണ്ടാമത്തെ ആൾ കേടുവന്ന് പോകുമെന്ന് പേടിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ അതെന്ത് ചെയ്യാം, അത് സ്വതക്ക കൊടുത്തിട്ട് ഒഴിവാക്കാം. രണ്ടും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. പക്ഷെ ഒരാൾ ചെയ്തത് എന്താണ്, സിദ്ഖോട് കൂടിയാണ്. രണ്ടാമത്തെ ആൾ ചെയ്തതോ അത് അള്ളാഹുവിന് വേണ്ടിയാണ്, പക്ഷെ എന്തില്ല, അതിൽ സിദ്ഖില്ല. അതാണ് അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമുള്ള മാർഗം. വളരെ ചെറിയ അർത്ഥവ്യത്യാസമാണ് ഇഖ്ലാസും സിദ്ഖും. ഉലമാക്കൾ പറഞ്ഞത് സിദ്ഖ് തൗഹീദുൽ ഇറാദ, ഇഖ്ലാസ് തൗഹീദുൽ മുറാദ്. ഒന്ന് അവന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, അതതിന്റെ തുടക്കം. 2 അതിന്റെ അവസാനം. സിദ്ഖ് തുടക്കമാണ്, ഇഖ്ലാസ് അവസാനം എവിടെ എത്തുന്നു എന്നുള്ളതാണ്. അൽ ഇഖ്ലാസ് വഹുവ തസ്ഫിയത്തുൽ അമലി മിൻ ജമീഇ ശവാഇബി ശിർക്ക്. ഇഖ്ലാസ് എന്നുള്ളതിനെ ഷെയ്ഖ് തഅരീഫ് കൊടുക്കുന്നത് നാം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ശുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമായിട്ട് കിതാബുകളും റിസാലകളും ഒക്കെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ രീതിയിലാണ് ഷെയ്ഖ് അത് മനസ്സിലാക്കിക്കോട്ടെ, അത് പഠിച്ചോട്ടെ എന്ന നിലക്ക് എഴുതിയിട്ടുള്ളത്. വഹുവ തസ്ഫിയത്തുൽ അമലി മിൻ ജമീഇ ശവാഇബി ശിർക്ക്. ശിർക്കിന്റെ എല്ലാ ശാഖകളിൽ നിന്നും, എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ അംശത്തിൽ നിന്നും ഒരാളുടെ കർമ്മം ശുദ്ധിയാവുക, പരിശുദ്ധമാവുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ശിർക്ക് വരാം, വേറെ ആൾക്ക് വേണ്ടി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം. കുഫ്ർ വരാം, അല്ലെങ്കിൽ ആ കർമ്മം നിഷേധിച്ച അവസ്ഥയിൽ, അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തിൽ കുഫ്ർ ഉണ്ടാകാം. നിഫാഖോട് കൂടി ഒരു കർമ്മം ചെയ്യാം, അതല്ലെങ്കിൽ റിയാവോട് കൂടി ആരെങ്കിലും ആളുകൾ കണ്ടോട്ടെ എന്ന നിലയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ സുംഅത്തോട് കൂടി ആളുകൾ എന്നെ പറ്റി ഇങ്ങനെ പറയണം, ആളുകൾ എന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് പറയണം എന്ന ആഗ്രഹം. ആളുകൾ കാണുന്നില്ല, പക്ഷെ ആളുകൾ എന്നെ പറ്റി ഇങ്ങനെ പറയണം എന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം. ദിക്റോട് കൂടി ചെയ്യാം. ദിക്ർ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നോട് വന്ന് പറയണം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ളത്, എന്നോട് വന്ന് പറയണം എന്ന ആഗ്രഹത്തിൽ ഒരാൾക്കൊരു കർമ്മം ചെയ്യാം. അല്ലെങ്കിൽ ദുനിയാവ് തേടിക്കൊണ്ട്, ദുനിയാവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. ഇപ്പൊ നരകത്തിൽ ആദ്യമായിട്ട് എറിയപ്പെടുന്ന 3 ആളുകളുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഒരു താബിഈക്ക് റിപ്പോർട്ട് ചെയ്തു കൊടുക്കുമ്പോൾ 3-4 തവണ ബോധം പോകുമാറ് വീഴാൻ പോയതിനു ശേഷമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ അബൂ ഹുറൈറ മസ്ജിദിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്.
അപ്പൊ താബി, അദ്ദേഹത്തിന്റെ റാവിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പോയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ റസൂലുള്ളാഹി എന്ന് കേട്ട ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചിട്ട് ആകെ ബേജാറായി. പറയാൻ തുടങ്ങി, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. പിന്നെയും എഴുന്നേറ്റ് നിന്നു. അവർ എഴുന്നേറ്റ് നിന്ന് പോകുമ്പോഴാണിത്. വീണ്ടും പറയാൻ തുടങ്ങി, വീണ്ടും വീഴാൻ പോകുന്ന പോലെ, പേടിച്ചിട്ട് ബോധം വിട്ട് വീഴാൻ പോകുന്ന പോലെ വീണ്ടും പറയാൻ തുടങ്ങി, വീണ്ടും വീഴാൻ പോണ പോലെ. അങ്ങനെ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞിട്ട് അവസാനം അവരിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ 3 ആളുകൾ, നരകത്തിൽ ആദ്യമായി പ്രവേശിക്കപ്പെടുന്ന 3 ആളുകളെ പറ്റി പറയുന്നത്. ഒന്ന് ആലിമാണ്, ആദ്യം ഷഹീദായി കൊല്ലപ്പെട്ട വ്യക്തിയാണ്. ആലിമും ഖുർആനും അറിയുന്ന കാര്യമായിട്ടുള്ള ആളാണ്. 3 ധാരാളം സദഖ കൊടുത്ത ആളാണ്. ഇവർ നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തന്ന കഴിവ് കൊണ്ടും ഞാൻ തന്ന അറിവ് കൊണ്ടും ഞാൻ തന്ന സമ്പത്ത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ആൾ പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്, ഇൽമു പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ ആൾ പറയും, ഞാൻ ധാരാളം സദഖ കൊടുത്തു നിന്റെ മാർഗത്തിൽ എന്ന് പറയും. അല്ലാഹു തആല അവരോട് 3 പേരോടും പറയുന്ന വാക്ക് കദബ്ത, നീ കളവാണ് പറഞ്ഞത് എന്നാണ്. ആലോചിച്ച് നോക്കി, ഒരു മുഅ്മിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹദീസാണ് ചില പണ്ഡിതന്മാർ ഇതിനെ പറ്റി പറഞ്ഞത്. ഒരു മുഅ്മിനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. കാരണം അവൻ ചെയ്ത കർമ്മം, ഈ 3 കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിലെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവർ ചെയ്ത ആ കർമ്മത്തിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. ഷഹീദായവൻ ഞാൻ ധീരനാണെന്ന് ആളുകൾ പറയണം. ഖുർആൻ പഠിച്ചവൻ അവൻ നല്ല ആലിമാണ്, നല്ല ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്ന് ആളുകൾ പറയണം. അവൻ നല്ല ദാനധർമ്മം ചെയ്യുന്നവനാണെന്ന് ആളുകൾ പറയണം, സദഖ കൊടുക്കുന്ന ആൾ. ഇതിനു വേണ്ടി ചെയ്തതിന്റെ പേരിൽ അവരെ കൊണ്ടാണ് ആദ്യമായി നരകം കത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. നരകത്തിൽ ശാശ്വതമാവുമെന്നല്ല, പക്ഷേ നരകത്തിൽ അവർ പ്രവേശിക്കുന്ന അവസ്ഥ. കാരണം ചെറിയ ശിർക്ക്, അത് ശിക്ഷ ലഭിച്ചാലല്ലാതെ അതിന് ഒഴിവായി കിട്ടൂല. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള കാര്യമാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. പല ആളുകളും പല സാധാരണക്കാരും, ഇൽമിൽ കുറവുള്ള ആളുകൾ, അവർ അമലിൽ ശ്രദ്ധിക്കും, വലിയ അമൽ ചെയ്യും. പക്ഷേ അതിന്റെ ഇഖ്ലാസിലും സിദ്ഖിലും ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. എല്ലാവരും ഒന്നല്ല, പക്ഷേ അമലിനേക്കാൾ അമൽ സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തിരുന്ന ആളുകളായിരുന്നു സലഫുകളെ പറ്റി അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പരസ്പരം ചോദിക്കാറുള്ള അല്ലെങ്കിൽ പരസ്പരം ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളിൽ അവർ പ്രധാനമായും കൊടുത്തിരുന്നത് അമൽ ചെയ്യുന്നതിനേക്കാൾ ഹിമ്മത്ത്, പ്രാധാന്യം അവർ കൊടുത്തിരുന്നത് ആ അമൽ സ്വീകരിക്കപ്പെടാനുള്ള മേഖലകളിലായിരുന്നു എന്നുള്ളത്. എന്ത് വ്യത്യാസം? ഒരാൾ 100 ദിർഹം സദഖ കൊടുക്കുകയാണ്, ഒരാൾ 1 ദിർഹം സദഖ കൊടുക്കുകയാണ്. ആ 100 ദിർഹം ഇഖ്ലാസ് ഇല്ലാതെയാണ് കൊടുക്കുന്നത് വെക്കുക. അത് അവന് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവന് ശിക്ഷ ലഭിക്കാനും കാരണമാവുന്ന അവസ്ഥയിലാവും അതിന്റെ അവസ്ഥ അനുസരിച്ച്. എന്നാൽ 1 ദിർഹം അയാൾ കൊടുത്തു വിചാരിക്കുക, അത് പരിപൂർണമായ സിദ്ഖോടും ഇഖ്ലാസോടും കൂടിയാ വിചാരിക്കുക, ആ 1 ദിർഹം 700 ദിർഹത്തിന്റെ ഗുണം അവന് ചെയ്യും. ആ 100 ദിർഹമോ, എന്നാൽ ആ 100 ദിർഹം ഇഖ്ലാസോട് കൂടിയാണെങ്കിലോ അവന് 7000 ദിർഹത്തിന്റെ ഗുണം ചെയ്യും. അവിടെ കർമ്മത്തിന്റെ അവസ്ഥ മാറുന്നത് അവർ നൽകുന്ന അളവിലല്ല, അവർ ചെയ്യുമ്പോഴുള്ള കൽബിന്റെ അവസ്ഥയിലാണ്. ഇഖ്ലാസ് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഷിർക്കിന്റെ ഒരംശം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷിർക്കോ കുഫ്രോ നിഫാഖോ റിയാഓ സുംഅത്തോ ദിക്റോ തൊലബുദ്ദുനിയ, ദുനിയാവ് തേടിക്കൊണ്ടോ അല്ലാതെ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അമൽ ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ബിഅല്ലാ യഖ്സിദ ബിഖൗലിഹാ തമഅൻ മിൻ മതാമിഇദ് ദുനിയ, ദുനിയാവിന്റെ ഒരു നേട്ടവും ഒരു കാര്യവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെക്കുക. വലാ റിയാ ഇല്ല, റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണണമെന്ന് ആഗ്രഹമല്ല. വലാ സുമഅത്തൻ, ആളുകൾ തന്നെ പറ്റി പറഞ്ഞു കേൾക്കണം എന്ന് ആഗ്രഹമില്ല. റിയാ പറഞ്ഞ ആളുകൾ കാണുക, സുമഅത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ തന്നെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അത് അങ്ങനെ പറഞ്ഞു കേൾക്കുക. അങ്ങനെ ഒന്നും ആഗ്രഹമില്ലാതെ, ദുനിയാവിന്റെ ഒരു ലക്ഷ്യമില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. ലിമാ ഫീൽ ഹദീസ് സഹീഹ് മിൻ ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഖാല, ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സഹീഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുത്തഫഖൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുടെ മേലെ അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് റസൂലെ താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഏറ്റവും സൗഭാഗ്യവാൻ പരലോകത്ത് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ആരാണോ ഇഖ്ലാസോട് കൂടി ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അവനാണ് ശഫാഅത്ത് കിട്ടുക. ചില ആളുകൾ നമുക്ക് കാണാം,
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ശഫാഅത്ത് ചോദിക്കുന്നു, മറ്റുള്ള ആളുകളോട് പോയി ശുപാർശ ചോദിക്കുന്നു, അവരോട് തേടുന്നു, അവരുടെ ശുപാർശ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന ആളുകൾ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളാണ്. ഏഴാമത്തെ നിബന്ധന അശ്ശർതു സാബിഅ, ഏഴാമത്തെ നിബന്ധന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അൽ മഹബ്ബത്തു ലിഹാദിഹിൽ കലിമ, ഈ കലിമത്തിനോടുള്ള മഹബ്ബത്ത്, ഇഷ്ടമുണ്ടാവുക. വലിമാ തദുല്ലു അലൈഹി, അത് അറിയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം. വലി അഹ്ലിഹ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളോട്. അൽ ആമിലീന ബിമുഖ്തബാഹ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ ആരാണോ അവരോടൊക്കെ ഇഷ്ടം ഉണ്ടാവുക. അതാണ് ഹബ്ബ് ഉണ്ടാവുക എന്നുള്ളത്. ഹബ്ബ് എന്നുള്ളതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇഷ്ടം. ഹബ്ബും ദുല്ലും, ഇഷ്ടമുണ്ടാവുക, താഴ്മ കാണിക്കുക, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്തു റഹ്മാനി ഗായത്തു ഹബ്ബിഹി വദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി, ഇബ്നുൽ ഖയ്യിം നൂനിയയിൽ പറഞ്ഞതാണ്. ഇബാദത്തു റഹ്മാൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടി അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബും ദുല്ലും ഇല്ലാതെ ഇബാദത്ത് ഇല്ല. അതിൽ തന്നെ അടിസ്ഥാന ഹബ്ബാണ്. കാരണം ഒരു മനുഷ്യൻ എന്ത് പ്രവർത്തനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാന ഹബ്ബാണ്. ഇഷ്ടത്തിന്റെ മേലെയാണ് ഈ ലോകത്തിന്റെ ഏത് കാര്യവും നടക്കുന്നത് എന്നാണ്. ഹബ്ബിന്റെ മേലെയാണ് ഏത് കാര്യവും നടക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്തുള്ള ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിഫ്താഹ് ദാരിസ് സആദ, ദാഉദ് ദവാ, റൗളത്തുൽ മുഹിബ്ബീൻ എന്നീ കിതാബുകളിലെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയുടെ മജ്മൂഉൽ ഖായിദത്തുൻ ഫിൽ മഹബ്ബ എന്ന് പേരിട്ട ഒരു റിസാലയായിട്ട് തന്നെ ഉണ്ട്. അതിൽ ഈ വിഷയം വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശഭൂമികളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഹബ്ബാണ്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തിനും മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കാൻ ഒരു മലക്കിന്റെ ഉത്തരവാദിത്തം, ചെടികൾ മുളപ്പിക്കുന്നത് മലക്കിന്റെ ഉത്തരവാദിത്തം, സൂര്യചന്ദ്രന്മാർ കൃത്യമായ ഭ്രമണപഥത്തിൽ സഞ്ചരിപ്പിക്കുന്നതിന് മലക്കുകൾക്ക് ഉത്തരവാദിത്തം, ഒരു കുട്ടിക്ക് റൂഹിനെ നൽകുന്നതിൽ മലക്കുകളുടെ ഉത്തരവാദിത്തം, മരിപ്പിക്കുന്നതിന് മലക്കുകളുടെ ഉത്തരവാദിത്തം. അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം ഈ ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ അല്ലാഹു തആല മലക്കുകളുടെ മുദബ്ബിറാത്തുകളായിട്ട് അല്ലാഹു തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. ഈ മലക്കുകൾ എന്തുകൊണ്ടാണ് അമൽ ചെയ്യുന്നത്? അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ആയിക്കൊണ്ടാണ്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹബ്ബാണ്. കാറ്റ് വീശുന്നുണ്ട് എങ്കിൽ, മഴ വർഷിക്കുന്നുണ്ട് എങ്കിൽ, ആ കാറ്റ് കൊണ്ട് ഇല അനങ്ങുന്നുണ്ട് എങ്കിൽ, ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹബ്ബ് കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഹബ്ബ് കൊണ്ടാണ് ഒക്കെ നടക്കുന്നത്. അപ്പൊ മനുഷ്യൻ അവന് സ്വാതന്ത്ര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന്റെ അശ്ലീയായിട്ടുള്ള അവസ്ഥ ചലനമില്ലാത്ത അവസ്ഥയാണ്. അവൻ ഏതൊരു കാര്യത്തിന് ചലിക്കുന്നുണ്ടെങ്കിലും അത് ഹബ്ബാണ് കാരണം. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു വിചാരിക്കാം, അതിന്റെ അടിസ്ഥാന കാരണം ഹബ്ബാണ്. നമുക്ക് എന്ത് വേണ്ടി വരും? പണം വേണ്ടി വരും. പണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ, ഇത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഹബ്ബാണ് അടിസ്ഥാനം. ഇനി അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അതിനേക്കാൾ അപ്പുറത്ത് ലക്ഷ്യം വെക്കുന്ന ഒരു ഹബ്ബ് അതിന്റെ പിന്നിലുണ്ടാവും. ഏതുപോലെ? മക്കൾ ഉദാഹരണം പറഞ്ഞ പോലെ കൈപ്പുള്ള മരുന്ന് അവന്റെ രോഗത്തിന് കുടിക്കുന്ന പോലെ. അതായത് കൈപ്പുള്ള ഒരു മരുന്ന് കുടിക്കാൻ ആരും ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ നടന്ന് കീറി മുറിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? പക്ഷെ അവനത് ചെയ്യുന്നത് അവൻ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു, അതുകൊണ്ടുള്ള നേട്ടമായിട്ടുള്ള അപ്പുറത്ത് ഒരു ഇഷ്ടം അവനുണ്ട്. അതുകൊണ്ട് ഇബാദത്തിന്റെ അടിസ്ഥാനവും മനുഷ്യന്റെ എല്ലാ ചലനത്തിന്റെ അടിസ്ഥാനവും ഹബ്ബാണ്. അവിടെ പറഞ്ഞത് ആകാശഭൂമികളിൽ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അല്ല നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഹബ്ബാണ്. മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടി ആക്കി തീർക്കലാണ് അവന്റെ ജീവിത ലക്ഷ്യം? അള്ളാഹുവിനുള്ള ഹബ്ബിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇത് വളരെ ചിന്താർഹമായിട്ടുള്ളത്. മനസ്സിലായി കഴിഞ്ഞാൽ ദീനിലെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിന്റെ വേറൊരു ബാബ് തുറക്കുന്നതാണ്. പിന്നെ വായിക്കാനും അല്ലെങ്കിൽ കേൾക്കാനും പഠിക്കാനും പറ്റുന്ന ആളുകൾ വായിക്കേണ്ട കിതാബുകളാണ് ദാഉദ് ദവാ. അതിൽ ഈ വിഷയം വിശാലമായി ഇബ്നു ഖയ്യിം ചർച്ച ചെയ്തിട്ടുണ്ട്. മിഫ്താഹ് ദാരിസ് സആദയിലുണ്ട്, റൗളത്തുൽ മുഹിബ്ബീനിൽ ഇത് ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ ഖായിദത്തുൻ ഫിൽ മഹബ്ബ, ഇതിലെല്ലാം ഈ വിഷയം ധാരാളം ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വിശാലമായിട്ട്. അതായത് ഈ ഒന്നുകൂടി ഞാൻ പറയാണ്, ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. ഈ ആകാശഭൂമികളുടെ മനുഷ്യന്റെ തീരുമാനപ്രകാരമല്ലാതെ, മനുഷ്യന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ചലനവും എല്ലാ നീക്കവും എല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിനോടുള്ള ഹബ്ബിന്റെ അടിസ്ഥാനത്തിലാണ്. മൃഗങ്ങളാവട്ടെ, മത്സ്യങ്ങളാവട്ടെ, എന്തു ജീവിയാവട്ടെ, കാറ്റടിക്കുന്നതാവട്ടെ, അതാ പറഞ്ഞ ഒരു ഇല അനങ്ങുന്നത് കാറ്റുകൊണ്ടാണ്. ആ കാറ്റിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഒരു മലക്കിനാണ്.
ആ മലക്കത് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹുബ്ബാണ്. എല്ലാ കാര്യത്തിനും അടിസ്ഥാനം ഹുബ്ബാണ്. എന്നാൽ മനുഷ്യനും ജിന്നുവർഗത്തെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം എന്താണ്? ഹുബ്ബാണ്. മനുഷ്യൻ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് ഒരു കൈ ചലിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ട് എങ്കിൽ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം ഹുബ്ബാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്നല്ല, അവന്റെ ഇഷ്ടങ്ങളാണ്. അവന്റെ ഇഷ്ടം എന്നുള്ള വികാരത്തിന്റെ മേലെയാണ് അവൻ ഏത് കാര്യം ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ മേലെയുള്ള ബാധ്യത എന്താണ്? അവൻ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം, അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഇഷ്ടം എന്നതിനപ്പുറത്തേക്ക് എന്തിനാക്കി തീർക്കുക? ആകാശഭൂമികളിൽ എന്തിന്റെ മേലെയാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്, ചലനങ്ങൾ നടക്കുന്നത്, ആ കാര്യത്തിനാക്കി തീർക്കുക. അഥവാ അള്ളാഹുവിനുള്ള ഇഷ്ടത്തിന് വേണ്ടി മാത്രമാക്കുക. ഇതാണ് തൗഹീദിന്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എത്തിയവൻ അവന്റെ സംസാരം, അവന്റെ ചലനം, അവന്റെ ചിന്ത, അവൻ ഒന്നും സംസാരിക്കാതിരിക്കുന്നില്ല, ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടാകും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹബ്ബ എന്നുള്ള ഷർത്ത് അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള കാര്യമാണത്. ഖുർആനിൽ ആയത്തുകൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് പറയുന്നു, ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തിൽ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹു കഹുബ്ബില്ലാഹ്. ജനങ്ങളിൽ ആളുകളുണ്ട് അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കും. അങ്ങനെ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത് എങ്ങനെയാണോ അതുപോലെ ഈ ഇലാഹുകളെ ഇഷ്ടപ്പെടും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ മുഅ്മിനീങ്ങൾ അവർ അവരുടെ ഇലാഹുകളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവർ അള്ളാഹുവിനെ അതിശക്തമായിട്ട് ഇഷ്ടപ്പെടുന്നു. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റി പറയുന്നിടത്താണ് അതിന്റെ അടിസ്ഥാനമായിട്ട് ആദ്യം അള്ളാഹു തആല എന്ത് പറഞ്ഞത്? എന്താണ്? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ പകരക്കാരെ സ്വീകരിച്ച് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ അള്ളാഹു നല്ല ആളുകളെ കൊണ്ടുവരുമ്പോൾ അവരെ പറ്റി പറഞ്ഞ എന്താ? മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ ദീനിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹ് പകരം കൂട്ടരെ കൊണ്ടുവരും. ആ കൂട്ടരുടെ സിഫത്തായിട്ട് അള്ളാഹ് ആദ്യം പറഞ്ഞ എന്താണ്? അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. അപ്പോ അള്ളാഹു കൊണ്ടുവരുന്ന നല്ല കൂട്ടരുടെ അഥവാ തൗഹീദിന്റെ ആളുകളുടെ ഒന്നാമത്തെ അടയാളം അവർക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം പരിപൂർണമായിരിക്കും. ശിർക്കിന്റെ ആളുകളുടെ അടയാളമായി ഒന്നാമതായി അള്ളാഹു പറഞ്ഞത് എന്താണ്? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. ഷിർക്കിന്റെ ബാബുകളിൽ ഷിർക്കിന്റെ 4 ഇനങ്ങളിൽ ഒന്നാണ് ഷിർക്കുൽ മഹബ്ബ എന്നുള്ളത്. അതിൽ കൂടുതൽ പറയാൻ സാധിക്കും. വളരെ പഠിക്കേണ്ട കാര്യമാണ്. പൊതുവെ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള ഹുബിന്റെ അല്ലെങ്കിൽ ഇബാദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഹുബ്. അതിന്റെ ആശയ തലങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അതെങ്ങനെയാണ് തഹ്ഖീഖ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ ദീനിന്റെ ഒരു പുതിയ ബാബ് തുറക്കുന്നത് പോലെ നമുക്ക് അത് അനുഭവപ്പെടാൻ സാധിക്കും. ഒരു ശൈഖ് പറയാണ്, ഫഅഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ യുഹിബ്ബൂന അല്ലാഹ ഹുബ്ബൻ ഖാലിസൻ, അല്ലാഹുവിനെ നിഷ്കളങ്കമായി ഇഷ്ടപ്പെടുന്നവരാണ്. വഅഹ്ലു ശിർക്ക്, ശിർക്കിന്റെ ആളുകൾ യുഹിബ്ബൂനഹു വയുഹിബ്ബൂന മഅഹു ഗൈറഹു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, പക്ഷേ അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അഥവാ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും. വഹാദാ യുനാഫി മുഖ്തളാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദ്ദേശത്തിന് എതിരാണ് എന്നുള്ളത്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞ അള്ളാഹുവിനോട് ഇഷ്ടത്തിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയഹ്ലിഹാ അൽ ആമിലീന ബിമുഖ്തളാഹാ, കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന കാര്യങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞ് ഷെയ്ഖ് അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. അതിന്റെ ആളുകളോടും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളോടുള്ള ഇഷ്ടം കൂടി പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനോടുള്ള ഇഷ്ടം 4 രീതിയിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഒന്ന്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുക എന്നുള്ളത്. അത് നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അതെന്താവൂല, ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഒരാൾ അള്ളാഹിനെ നല്ല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കില്ല. കാരണം ജൂതന്മാരും നസ്രാനികളും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന്റെ ഔലിയാക്കളെ, റസൂലുകളെ ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത ഒരാളെങ്ങനെ മുസ്ലിം ആകും? അതുകൊണ്ടാണ് ജൂതന്മാരും നസാറാക്കളും ആവത്തെ. അവർ അള്ളാഹിനെ ഇഷ്ടമില്ലാത്തവരായിട്ടല്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുക. 3-ാമത്തേത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക.
അള്ളാഹുവിന് വേണ്ടി ഈ പറഞ്ഞ പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സിഫത്തുകൾ ആരിലെല്ലാം ഉണ്ടോ, നല്ല ആളാണ്, തഖ്വയുള്ള ആളാണ്, തൗഹീദുള്ള ആളാണ്, ഇഖ്ലാസുള്ള ആളാണ്, അവരോടുള്ള ഇഷ്ടം. അതിനെതിരായിട്ടുള്ള ആളുകളോട്, ശിർക്കുള്ള ആളാണ് അല്ലെങ്കിൽ കുഫറുള്ള ആളാണ്, മഅസിയത്തുള്ള ആളാണ്, അവരോടൊരു വെറുപ്പ്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ആരെ ഇഷ്ടപ്പെടുക, അത് ശിർക്കിന്റെ ഭാഗം. ഈ 4 തരത്തിലാണ് അള്ളാഹുമായിട്ടുള്ള ഇഷ്ടത്തെ, ഹുബ്ബിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ശിർക്കുൽ മഹബ്ബ ഇൻഷാ അല്ലാഹ് ശിർക്കിന്റെ ബാബിൽ കൂടുതലായിട്ട് പറയാം. ബാക്കിയുള്ളത് വരും ദർസുകളിൽ നമുക്ക് വായിക്കാം. അപ്പൊ ഈ 7 നിബന്ധനകൾ പഠിക്കുക. ഇത് വരും ഒരു ആമുഖമായിട്ടുള്ള രീതിയിലാണ് ശൈഖ് എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായി തദർറുജായിട്ട് ഓരോ കാര്യവും ആഴത്തിൽ പഠിക്കുകയും അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.